ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഷോർട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അതുപോലെ തംബ്നെയിൽ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചെറിയൊരു കിച്ചൺ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ UAE ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടാവും അറിയില്ല. ഞാൻ യൂഷ്വലി ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു സിംഗിൾ വാൾ കിച്ചൺ ആണ്. സ്ട്രെയിറ്റ് കിച്ചൺ എന്ന് പറയും. അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ കുറേ കബേർഡ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിനെ ഞാനൊന്ന് സുന്ദരിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. പണ്ടൊക്കെ ഞാൻ ഒട്ടും ഓർഗനൈസ് ചെയ്ത് വെക്കാതെ അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, വയസ്സ് കൂടുന്നോണ്ടാണോന്ന് അറിയില്ല. ഇപ്പൊ എനിക്കെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനും ക്ലീൻ ആൻഡ് നീറ്റായി വെക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ഒരു വൈറ്റ് ക്ലോക്ക് ഞാൻ 7 dirhamsന് എന്തോ ഓഫറിൽ ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. വൈറ്റ് വാളിൽ വൈറ്റ് തന്നെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻ ലുക്കായിട്ട് തോന്നുന്നുണ്ട്. അടുത്തതൊരു വിന്റേജ് കോഫി കപ്പ് മെറ്റൽ വാൾ ഡെക്കോർ ആണ്. 3D എഫക്റ്റ് തരുന്ന ഒരു ഡെക്കോർ ഐറ്റം. ഇവിടെ പൊതുവേ നമുക്ക് ഡ്രില്ല് ചെയ്യാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ചായ ഞാനങ്ങനെ കുടിക്കാറില്ല. സോ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു 3D എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതൊരു 5 പീസ് സ്ക്വറ്റ് സെറ്റ് ആണ് ഫ്രം ഹോം സെന്റർ. ഓഫറിൽ തന്നെ കിട്ടിയതാണ്. വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മുടെ ആ ഒരു കിച്ചണുമായിട്ട് മാച്ച് ആയിട്ട് വരും. ഞാനൊരു ബേസ് ആയിട്ട് ഡേ ടു ഡേ എന്ന് വാങ്ങിയ ഒരു ട്രേയിലാണ് വെക്കുന്നത്. അപ്പോൾ ഓയിൽ അങ്ങനെ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. എനിക്ക് പൊതുവെ ക്യൂട്ട് ആയിട്ടുള്ള മിനിയേച്ചർ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ ഒരു ക്യൂട്ട് ഷെഫിനെ ഇവിടെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതും വൈറ്റ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്ര മാത്രമേ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നുള്ളൂ. നോർമലി എനിക്കിങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡെക്കോർ ഐറ്റംസ് ഒരുപാടാവുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ചുകൂടെ പ്ലെയിൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളൂ. ഇത് മൈക്രോവേവ് കവറാണ്. ആമസോണിൽ 26 dirhamsഉം ടെമുവിൽ 11 dirhamsഉം. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, സൈഡ് പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു മൈക്രോവേവിൻ്റെ മേലെയായിട്ട് തന്നെയാണ് ഞാൻ ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു ഷേപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ടെമൂന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു കിച്ചനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ബോക്സ്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഞാനിത് വെക്കുന്നത് സിങ്കിൻ്റെ അടുത്തായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. വൈറ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു കളറാണ്. ഈ ഒരു ഡിസ്പെൻസറും ആ ഒരു കളറിൽ വന്നപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഈ ഒരു കിച്ചൺ റൂൾസിന്റെ ബോർഡ് ഞാനൊരു സൈഡ് ഭാഗത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ ഞാനിത് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഒരു കൺജസ്റ്റഡ് ഫീൽ വന്നാൽ ഞാനിത് മാറ്റും. ഇനി ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ.